谢谢上海，谢谢你们对 Victoria 的支持。Thank you so much to the amazing, the brilliant, the most beautiful woman, Shivaranjani. I love you so much. This award is for all women who were asked to stay silent, for all the women who were asked to, were told that they were too much. Well, we are done with that. I'm going to be too much from today. Thank you so much. Bye. മീനാക്ഷി ജയൻ ഉണ്ട് നമ്മുടെ കൂടെ. വിക്ടോറിയ കണ്ടിട്ടുള്ളവർക്ക് സുപരിചിതമായിട്ടുള്ള ഫേസ് ആണ്. അല്ലാതെയും ന്യൂസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് സുപരിചിതമായിട്ടുണ്ട്. കാരണം ഗോൾഡൻ ഗോബ്ലെറ്റ് അവാർഡ് വളരെ റെയർ ആയിട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവൽ ഷങ്കായി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ നിന്ന് അപ്രീസിയേഷൻ സ്റ്റാൻഡിംഗ് ഓവേഷൻ വാങ്ങിച്ച ആളാണ്. കൺഗ്രാറ്റുലേഷൻസ് മീനാക്ഷി, ആൻഡ് വെൽക്കം. തുടരെ ആ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം IFFT തൃശ്ശൂർ ഫിലിം ഫെസ്റ്റിവലിന്റെ ഓഡിയൻസ് റിയാക്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന അതിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എല്ലാവരും ആക്ടേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ ശങ്കയിൽ നിന്ന് തുടങ്ങാം. അവിടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ആ വിഷ്വൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. വാട്ട് വാസ് ദ ഫീലിംഗ്? ഞാൻ വിചാരിച്ചിട്ടില്ല. അവിടെ നിൽക്കുമ്പോ എനിക്ക് മനസ്സിലായതുമില്ല എന്റെ പേര് വിളിച്ചത്. പക്ഷെ പേര് വിളിച്ചിട്ട് ഞാനിങ്ങനെ ഏതോ ഒരു നടിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പൊ ശിവയാണ് പറഞ്ഞത് ദേ വിളിച്ചു പോന്ന്. അപ്പോഴാണ് ഞാൻ ഓക്കെ അതിലൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ മറ്റേ ഇങ്ങനെ നിക്കുന്നത്. അത് തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയത് കൊണ്ട് ഭയങ്കര ഒരു കേം ഓൾ ബൈ സർപ്രൈസ്. അപ്പൊ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അത് ശരിക്കും നടന്നോ ഇതിലാണ് നിൽക്കുന്നത്. വിക്ടോറിയയിൽ വരുന്നത് എങ്ങനെയാണ്? വിക്ടോറിയയില് ഞാനിങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഓഡിഷൻ നടക്കണ്ടെന്ന്. അപ്പൊ ഞാൻ എന്റെ പ്രൊഫൈലൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്കമാലി ആക്സെന്റ് ആവശ്യമാണ് എന്നുള്ളത്. അങ്ങനെ ഓഡിഷന് പോണതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. അതിന്റെ അസോസിയേറ്റ് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഓഡിഷന് വരാമോ എന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു ഓക്കെ അങ്കമാലി ആക്സെന്റ് വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ അങ്കമാലി പോയി കുറച്ച് വോയിസ് നോട്ട്സ് എടുത്തിരുന്നു ആൾക്കാരുടെ. സോ ദാറ്റ് അത് കേട്ട് പഠിച്ചിട്ട് ഓഡിഷന് പോകുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ അവിടുത്തെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും കുറെ ഇറച്ചി വെട്ടുകാരുടെ അടുത്തൊക്കെ പോയി ചുമ്മാ സംസാരിച്ചിട്ട് അവരുടെ കുറച്ച് ബൈറ്റ്സ് എടുത്തു. അപ്പോഴും എനിക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1-on-1 കോൺവെർസേഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു ആക്സെന്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ ഒരു 1-on-1 കോൺവെർസേഷൻ ഉണ്ടാവണമെന്ന് തോന്നിയപ്പോ ഞാൻ അസോസിയേറ്റിനെ ഒന്നുകൂടെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ചോദിച്ചു അങ്കമാലി ആക്സെന്റ് ട്രൂലി ഉള്ള ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഇപ്പൊ മീറ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ ഞാൻ അവിടെയൊക്കെ ഓടി നടന്ന് വേർത്ത് കുളിച്ചിരിക്കുക. അപ്പൊ പുള്ളിക്കാരി അവിടെ തന്നെ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ പോയി മീറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കണ്ട എന്തായാലും കിട്ടൂല, പക്ഷെ എന്നാലും പോയി കാണാം ചുമ്മാ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ലൈമൊക്കെ കുടിച്ച് സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഓഡിഷന് പോകുന്നതും. ഓഡിഷൻ നല്ലൊരു ഓഡിഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാള് പോയ ഓഡിഷനിലൊരു നല്ല ഓഡിഷൻ ആയിരുന്നു അത്. അങ്ങനെ പിന്നെ 2 ബ്രൗണി പോയിന്റ്സ് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഒരു കുട്ടി അങ്കമാലിയിലൊക്കെ പോയി കഷ്ടപ്പെട്ടു. അപ്പം പിന്നെ വേർത്ത് കുളിച്ചൊക്കെയാണല്ലോ എന്നെ കണ്ടത് ശിവ. അങ്ങനെയാണല്ലോ. അപ്പൊ ആദ്യമേ വെച്ച് ഇതെന്ത് എന്നുള്ളൊരു സാധനം കൊടുക്കാൻ പറ്റിയത് തോന്നുന്നു എനിക്ക്. ഓഡിഷൻ മോശമായിരുന്നെങ്കിൽ ഇതൊന്നും കാര്യമില്ല. ഓഡിഷൻ പക്ഷെ നല്ലൊരു ഓഡിഷൻ. അവരൊക്കെ എന്നെ ഭയങ്കര സേഫ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചു. ആ ഓഡിഷൻ നമുക്കൊരു ട്രൂ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു ഓഡിഷൻ ആയിരുന്നില്ല. ഇറ്റ് വാസ് എ വെരി ഫ്രീയിങ് ഓഡിഷൻ. ക്യാരക്ടറായിട്ട് തന്നെയാണ് ഡയറക്ടറുടെ അടുത്ത് ആദ്യം പോകുന്നത്. അങ്ങനെ ആയിപ്പോയി. ഈവൻ കുറച്ച് ബ്യൂട്ടി ടിപ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടു. അത് ശിവ സ്ഥിരം പോകുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്നാണ് ശിവയ്ക്ക് ഇതിന്റെ ഐഡിയ കിട്ടിയത്. അവിടുന്നാണ് എപ്പോഴോ ഒരിക്കൽ പോയപ്പോ ഒരു കോഴി അവിടെ ഇരിക്കണുണ്ട്. ഇങ്ങനെ നേർച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവര് കോഴീനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അവിടെ ഒരു വിക്ടോറിയ ഉണ്ട്. വിക്ടോറിയ എന്ന് പേരുള്ള ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ട്.
നീതു എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ മറ്റേ ത്രെഡിങ്, വാക്സിങ്, മസാജ് ഇതൊക്കെ പഠിപ്പിച്ചത്, പെഡിക്യൂർ ഒക്കെ പഠിപ്പിച്ചത്. നെയ്യപ്പം കഴിച്ച രണ്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ആക്ടിങ് ആൻഡ് അതെ, അഥവാ ആക്ടിങ് ഒന്നും വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഇവിടെ ഒരു മീനൂസ് ബ്യൂട്ടി പാർലർ തുടങ്ങി. ചൂടണ്ടാ? കുഴപ്പമില്ല. ആക്ടിങ്ങിലേക്ക് വരുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു സാഹചര്യം? ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിരുന്നോ? എനിക്ക് ആക്ടിങ്ങിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൊച്ചിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ എപ്പോഴും ബാക്ക് സ്റ്റേജിലാണ് നിർത്തുക. മറ്റേ ഡബിങ് ഇങ്ങനെയൊക്കെയാ കൊടുക്കുക എപ്പോഴും. ഐ ഡോണ്ട് നോ വൈ ദേ നെവർ പുട്ട് മീ ആസ് എൻ ആക്ടർ ഇൻ പ്ലേസ്. അപ്പം അതിനെപ്പോഴും മറ്റേ ടിപ്പിക്കൽ സുന്ദരിമാരെയായിരുന്നു എപ്പോഴും കാസ്റ്റ് ചെയ്യുക. ഞാൻ ഐ വാസ് ഓൾവേസ് ഇൻ ടു ഡയറക്ടിങ്, സ്റ്റോറി എഴുതുക, നാടകത്തിന്റെ അങ്ങനെയൊക്കെയായിരുന്നു സ്കൂളില്. പിന്നെ പാട്ട് പാടുമായിരുന്നു. അപ്പം ദേ വർ ഓൾ യൂസിങ് മൈ വോയിസ് ഓൺലി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി വല്ല RJ ഒക്കെ ആവാൻ പറ്റുമായിരിക്കും വലുതാവുമ്പോ. ഈവൻ ഇഫ് ഡീപ് ഡൗൺ ഐ റിയലി വാണ്ടഡ് ടു ബി എൻ ആക്ടർ. പിന്നെ ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ നായികയ്ക്ക് വേണ്ടിയിട്ട്, ദിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പം അതും ഇതുപോലെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാണ്. ഒരു വോയിസ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പം ആനന്ദം നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചാ കാണുന്നത്, ക്രൂ, ഡയറക്ടേഴ്സ് എല്ലാരും കൂടെ ഒരുമിച്ച്. അപ്പം പത്മയിൽ വെച്ചിട്ടാ കാണുന്നത്. പത്മയിൽ വെച്ചാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 7.1 ഡോൾബി സറൗണ്ടില് നമ്മുടെ ശബ്ദം കേൾക്കുമ്പോ അന്ന് ഐ വാസ് ലൈക്ക് 18 or 19 or something. അപ്പൊ അത്രയും ചെറുപ്പത്തില് ഇങ്ങനെ ശബ്ദം കേട്ടപ്പോ എനിക്ക് ശബ്ദം കേൾക്കുമ്പോ ഇത്രയും സന്തോഷമാണെങ്കിൽ മുഖവും കൂടെ കാണാൻ പറ്റിയ എന്തൊരു സന്തോഷമായിരിക്കും എന്ന് ഞാൻ അവിടെ വെച്ച് ആലോചിച്ച് അവിടെ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്, എനിക്ക് ഇനി വേറൊന്നും വേണ്ട, ഇത് ഈ ഗോൾ തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ ഈ ഡ്രീം തന്നെ ഫോളോ ചെയ്യുക എന്ന് അവിടെ നിന്നാണ് ഞാൻ തീരുമാനം എടുക്കുന്നത്. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വർക്ക് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ആസ് എൻ AD. പിന്നെ കുറച്ച് ആഡ്സിനൊക്കെ കോൺസെപ്റ്റ് എഴുതി കൊടുക്കുക. പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറെ പണിയൊക്കെ എടുത്തു. അതിന്റെ ഇടയിൽ ഓഡിഷൻസ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ്. ഇതിൽ കണ്ടിട്ടുള്ള എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തത് മീനാക്ഷി ആസ് വിക്ടോറിയ. ആ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡയറക്ടർ ആദ്യം കണ്ടു എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ഫീല് നമുക്ക്, ലൈക്ക് വി കുഡന്റ് സെപ്പറേറ്റ് ദാറ്റ് ആ ഒരു ബ്യൂട്ടി പാർലറും യുവർ ടുഗദർ. ഒരു പക്ഷെ നിങ്ങള് ഈ ബ്യൂട്ടീഷ്യൻ ഇതിന്റെ ലേണിംഗ് പ്രോസസ്സിൽ തന്നെ ക്യാരക്ടർ ആവുന്നുണ്ടാവും. നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആക്ടേഴ്സ് എല്ലാരും കൂടെ നമ്മള് സ്ക്രിപ്റ്റ് വായിച്ച് അത് കഴിഞ്ഞിട്ട് ഓരോ സീൻസും നമ്മൾ തന്നെ റിഹേഴ്സ് ചെയ്ത് നോക്കി. അപ്പൊ പടത്തിന് മുമ്പേ തന്നെ ഒരു ഭയങ്കര എക്സ്റ്റെൻസീവ് പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ശിവയും ആനന്ദും മിനിയേച്ചർ പാർലർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനും ഒരു മിനിയേച്ചർ ഉണ്ടാക്കി. എനിക്ക് ആദ്യം ഇവർ ഈ മിനിയേച്ചറിൽ കാണിച്ചു തന്നു, വിക്ടോറിയ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി എന്നിട്ട് ബാത്റൂമിൽ കയറി. അപ്പൊ ഞാൻ മറ്റേ ഇത് എന്ത് തേങ്ങ ഇവര് പറയുന്നതെന്ന് വിചാരിച്ചു, എനിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ നമ്മൾ റിഹേഴ്സ് ചെയ്യാൻ തുടങ്ങി സെറ്റിൽ പോയിട്ട്. സെറ്റും പ്രോപ്പർലി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ മിനിയേച്ചറിൽ അവരെന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ സെറ്റിൽ പോയി ഫസ്റ്റ് പൊതുവെ പടങ്ങളുടെ ഷൂട്ടിന് രാവിലെ 9 മണിക്ക് ഒരു ഷോട്ട് എടുക്കും എന്നുള്ളതാണല്ലോ. ഇത് നമ്മൾ 3 മണി ആവുമ്പോഴും ചിലപ്പോൾ ഷോട്ട് എടുത്തിട്ടുണ്ടാവില്ല. അത്രയും നേരം നമ്മൾ റിഹേഴ്സൽ തന്നെയായിരിക്കും. എന്നിട്ട് ഒരു 3 മണി ആവുമ്പോൾ നമ്മൾ ഷോട്ട് എടുക്കും. അങ്ങനെയാണ് പടം ഷൂട്ട് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ മൂവ്മെന്റ്സ് എല്ലാം ക്രാക്ക് ചെയ്യുന്നത് ഫുൾ റിഹേഴ്സൽസിലൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ക്യാരക്ടറിനെ പറ്റിയിട്ട് മനസ്സിലാവുന്നത് ഇസ് ത്രൂ ദിസ് ജേർണി. ഈ റീപ്രൊഡക്ഷൻ വർക്ക്ഷോപ്പ് പിന്നെ ഞാനും ശിവയെ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഷൂട്ടിന്റെ സമയത്ത്. ആൻഡ് എവറി ഡേ വി യൂസ് ടു ടോക്ക് അബൌട്ട് വിക്ടോറിയ ഡ്യൂറിങ് ആ ഡിന്നർ ടൈം. അപ്പം ശിവയുടെ കൂടെ താമസിച്ചത് കൊണ്ട് ശിവേനെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ആൻഡ് ദെൻ ലേറ്റർ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദെർ ഇസ് പ്രോബ്ലി വെരി ലെസ് ഡിഫറൻസ് ബിറ്റ്വീൻ
Shiva and Victoria. They are both the same people. അപ്പം the more you get to know Shivaranjani as a person, the more you get to know Victoria. Victoria എന്നെക്കാട്ടും പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം വിക്ടോറിയ കുറച്ചുകൂടെ ഇത്രയും ഒന്നും സംസാരിക്കില്ല, ഇത്രയും ആക്റ്റീവ്ലി സംസാരിക്കുന്ന ആളല്ല, എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആളാണ്. അപ്പൊ കുറെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും കുറെ സിമിലാരിറ്റീസും ഉണ്ട്. കാരണം എത്രയൊക്കെ നമ്മള് ഹാപ്പി മുഖത്ത് നടന്നാലും എല്ലാരും ബാത്റൂമിൽ പോയി കരഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആദ്യമൊക്കെ വിക്ടോറിയ എനിക്ക് ശിവയായിരുന്നു. പിന്നെ വിക്ടോറിയയിൽ ഞാൻ എന്റെയും കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി, മനസ്സിലാവാൻ തുടങ്ങി. നമ്മൾ ഓരോ ദിവസവും ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് വിക്ടോറിയനെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത് ആ ക്ലീനിങ് ഇല്ലേ, മിററിൽ ക്ലീൻ ചെയ്യുന്നു ഇത്. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം മുഴുവൻ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്ന ഈ മിറർ ക്ലീൻ ചെയ്യുന്നു, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, വൃത്തിയാക്കുന്നു. അപ്പം ആദ്യത്തെ ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ സ്പേസ് എനിക്ക് എന്റെ ആക്കാൻ പറ്റി, ആ ക്ലീനിങ് ഒക്കെ ചെയ്തും. അപ്പം യു ഗെറ്റ് സോ കംഫർട്ടബിൾ ഇൻ ദാറ്റ് സ്പേസ്. അപ്പൊ അത് ശിവയുടെ പ്ലാനിങ് കാരണമാണ് അത് സംഭവിച്ചത്. അപ്പൊ ആദ്യമേ മറ്റേ ബാത്റൂമിൽ പോയി കരയുന്ന സാധനം എടുത്തിട്ട് ഓക്കെ ആവുമായിരുന്നു. പക്ഷെ ഇത് സ്പേസ് ഓൺ ചെയ്യാൻ പറ്റണം ആക്ടേഴ്സിന്, എന്നാലേ നമ്മൾക്ക് നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ ചെറിയ നോളജ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ എവറിഥിങ് വാസ് മോസ്റ്റ്ലി ഹെർ പ്രിപ്പറേഷൻ, ഹെർ പ്ലാൻസ് ദാറ്റ് റിയലി ഹെൽപ് മീ ടു പുട്ട് ഔട്ട് വാട്ടെവർ ഐ കുഡ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലർ എടുത്തിട്ട് അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ഇത്രയും എഫേർട്ട് എടുത്ത് സെറ്റ് ഇട്ട് അതിൽ തന്നെ ശിവയുടെ ഒരു വിഷൻ വളരെ ക്ലിയർ ആണ്. ഹൗ ഷി വാണ്ടഡ്, ഹൗ ദാറ്റ് മൂവ്മെന്റ്സ് ഹാവ് ടു ബി, ആ മൂവ്മെന്റ്സ് കിട്ടാനായിട്ടുള്ള എഫേർട്ടും. സോ അത് പറയുമ്പോൾ കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശിവയുടെ ഒരു ഡയറക്ടോറിയൽ കാര്യങ്ങൾ എങ്ങനെയാണ്, ലൈക്ക് ഓൺ ദ സെറ്റ്സ്, ഹൗ ഷീ ഈസ്, പ്രീ പ്രൊഡക്ഷൻ ഡിസ്കഷൻസ് ഒക്കെ പറഞ്ഞു, വർക്ക്ഷോപ്പ് പറഞ്ഞു. ഓൺ ദ സെറ്റ്സ് എങ്ങനെയാണ്, ലൈക്ക് നമുക്ക് അവിടെ വെച്ചുള്ള ഇംപ്രൊവൈസേഷൻസ് ഉണ്ടോ? Shiva is actually one of the most intelligent people I've ever met in my whole life. But she is also the most childish person I've also met in my whole life. അപ്പം ഇതിന്റെ ഒരു മിക്സ് ആയതുകൊണ്ടും ആ സെറ്റും അങ്ങനെ ഒരു മിക്സ് ആയിരുന്നു. The set, I always feel that the shooting set is usually just the director's behavior, അല്ലെങ്കിൽ ആ ഡയറക്ടറിന്റെ സ്വഭാവമായിരിക്കും. പിന്നെ എല്ലാവർക്കും ഒരു ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം ആ ഡയറക്ടറുടെ സ്വഭാവമായിരിക്കും. സോ ഇറ്റ് വാസ് എ ഫൺ സെറ്റ്, ഓണസ്റ്റ്ലി. എവറിബഡി gave all of their best work because she made it all feel like a family. അതൊന്ന്. പിന്നെ ശിവ ഇപ്പൊ ഏതെങ്കിലും ഒരു ഷോട്ട് ശിവയുടെ മനസ്സിലുള്ള പോലെ അല്ലേ വന്നെങ്കിൽ ശിവ മറ്റേ അതെനിക്ക് കിട്ടിയില്ല അങ്ങനെയല്ല പറയാ, എനിക്ക് ഇതല്ല വേണ്ട അങ്ങനെയൊക്കെയാ പറയാ. അപ്പൊ we honestly wouldn't feel like we are working on a film, we are an actor. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അബൌട്ട് ഇംപ്രവൈസേഷൻസ്, അത് നമ്മൾ റിഹേഴ്സൽസ് ചെയ്യുമായിരുന്നല്ലോ. റിഹേഴ്സൽസ് ആദ്യമേ വർക്ക്ഷോപ്പിന്റെ സമയത്ത് ചെയ്യുമ്പോ ഇത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ലയയുടെയും എന്റെയും സീനിലൊക്കെയാണ് കുറേയും കൂടെ ഇംപ്രവൈസേഷൻ എന്തൊക്കെ മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നത്. ആൻഡ് പിന്നെ ചിലതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല, പടം ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പം കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം ഒരു ട്രിവിയായിട്ട്. ഇപ്പോഴേ കുറെ ഇംപ്രവൈസ് ചെയ്തിട്ട് അറിയാണ്ട് വന്നുപോയ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സിനിമയില്. കോഴിയുടെ ഒക്കെ അങ്ങനെയാണ്. കോഴിയൊക്കെ ചില സമയത്ത് നമ്മൾ ഞെട്ടിപ്പോവേ, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ കോഴിയാണോ എന്ന് വിചാരിക്കും. കാരണം ഭയങ്കര ടൈമിങ്ങില് ഓരോ സാധനങ്ങൾ നമുക്ക് തരിക, ഭയങ്കര ഡിവൈൻ ഇന്റർവെൻഷൻ ആണെന്ന് തോന്നും കോഴിയുടെ ചില പെർഫോമൻസ് കണ്ടാല്. ഇംപ്രവൈസേഷൻസ് യെസ് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി, കുറെ ഞാൻ മറന്നുപോയി. എനിക്ക് പടം കാണുമ്പോഴാണ് ചില മെമ്മറീസ് ഇങ്ങനെ വരുന്നത്. ക്രിയേറ്റീവ് സൈഡില് ഇൻ ദ സെൻസ് റൈറ്റിംഗ് ഒക്കെ കൂടിയുള്ള ഒരു ഇതിൽ വരുമ്പോൾ മലയാള സിനിമ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് ഓൾവേസ് മലയാള സിനിമ ഹാവ് ബീൻ ഇൻ ദ ഡിസ്കഷൻ നാഷണൽ വൈഡ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഓഡിയൻസ് സ്പ്രെഡ് അക്രോസ് വേൾഡ് ഉള്ളതുകൊണ്ട് മലയാളികൾ എവിടെയുണ്ടോ അവിടെയും ഓഡിയൻസ് ഉണ്ട്. അതർ ദാൻ മലയാളീസ് ഓൾസോ
പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വാല്യൂ ഉണ്ട് മലയാളം സിനിമയ്ക്ക്. മലയാളം സിനിമയെ മീനാക്ഷി, ഹൗ ഹാവ് യു ബീൻ ലുക്കിംഗ് അറ്റ്? ഓക്കെ, ഞാൻ അങ്ങനെ I actually feel very lucky to be in this industry. I don't know. Maybe ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല എന്ന് എനിക്ക് എന്തോ തോന്നുന്നു. Even if I have the talent, or even if I've been working so hard, I might have not been able to be part of a film like Victoria, I feel, if I were born in some other industry. I don't know, that is how I feel. കാരണം വേറെ ഇന്ത്യയിൽ എനിക്ക് അറിയില്ല വേറെ എവിടെയൊക്കെയാണ് ഇപ്പൊ KSMTC ഇങ്ങനെ ഒരു വിമൻ സിനിമ പ്രോജക്ട് ചെയ്യുന്നുണ്ടല്ലോ. ലോകത്തിലെ തന്നെ എല്ലാ ഗവൺമെന്റ്സ് എടുത്താലും ഏതൊക്കെ ഗവൺമെന്റ്സ് ഇങ്ങനെ സ്ത്രീകൾക്ക് സിനിമ ഉണ്ടാക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, അതിന് ഫണ്ട് കൊടുക്കുന്നു എന്നുള്ളത് ഐ ഡോണ്ട് നോ. മേ ബി I'm not well read about it. പക്ഷെ I do not know about a lot of governments who do that as a project, as a separate project, and they're giving money to women and telling them go make films, go follow your passion എന്ന് പറയുന്ന എത്ര ഗവൺമെന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. So I feel very privileged to be born in Kerala, to be a Malayali. So and എനിക്ക് ഈ എറയിൽ വന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മേ ബി ഞാനൊരു 10 വർഷം മുന്നേ ആയിരുന്നു ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം അറിയില്ല, എനിക്ക് ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നോ, ഇത്രയും ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഓഡിയൻസ് നമുക്ക് ആ സമയത്ത് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. സോ ഐ ഫീൽ വെരി പ്രിവിലേജ് ഈ സ്ഥലത്ത് ഈ സമയത്ത് ഇപ്പൊ ഇങ്ങനെ ജീവിക്കാൻ പറ്റിയതില്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഇങ്ങനെ മരിച്ചങ്ങ് ജീവിച്ചങ്ങ് മരിച്ചു പോയനെ. When did you fall in love with film? That goes way back from childhood. എന്നുവെച്ചാൽ ഞാൻ ഷാരൂഖ് ഖാന്റെ പടമൊക്കെ കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആക്ടർ ആയത് എനിക്ക് തോന്നുന്നത് ഷാരൂഖ് ഖാനെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വിശ്വാസത്തിലാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഈ വീട്ടില് നമ്മൾ പണ്ട് ദൂരദർശനിലൊക്കെ ഇങ്ങനെ കുറെ ഹിന്ദി പടങ്ങൾ ഞാൻ കാണുമായിരുന്നു. കുച്ച് കുച്ച് ഹോത്തായ ആ സമയത്തൊക്കെയാണ് ഞാൻ അപ്പൊ എനിക്ക് ഷാരൂഖ് ഖാനോട് ഭയങ്കര കടുത്ത പ്രേമമായിരുന്നു കൊച്ചിലെ. എന്ന് വെച്ചാൽ എന്റെ ക്ലാസ്സിലെ പിള്ളേരൊന്നും പോരാ, ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ഷാരൂഖ് ഖാൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയോടുള്ള കടുത്ത പ്രേമം കാരണമാണ്. അത് പക്ഷെ കുറച്ചുകൂടെ ലേറ്റർ ഇൻ ലൈഫ്, എനിക്ക് തോന്നുന്നു 10 വയസ്സ് 8 വയസ്സിലെങ്ങാണ്ടാണ്. അതിലും ചെറുപ്പത്തില് ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞിട്ട് ഒരു കളി ഉണ്ടായിരുന്നു നമ്മുടെ. ഇറ്റ് വാസ് എ പ്ലേ ദാറ്റ് വി യൂസ് ടു ഡു. അപ്പൊ എന്താ നമ്മൾ കസിൻസില് ഒരാള് സണ്ണി ആയിരിക്കും, ഒരാള് നകുലനായിരിക്കും, ഒരാള് നാഗവല്ലി ആയിരിക്കും. അപ്പം ഐ ഓൾവേസ് വാണ്ട് ടു ബി നാഗവല്ലി. എനിക്ക് ആ കൊച്ചിലെ എന്റെ ഏറ്റവും ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് വാച്ചിങ് എ സിനിമ മണിച്ചിത്രത്താണ്. ഞാൻ ടിവിയിലാണ് കണ്ടിട്ടുള്ളത്, പക്ഷെ ആ സിനിമയാണ് എന്റെ മറ്റേ ജോ ഡ്രോപ്ഡ് ഓൺ ദ ഫ്ലോർ ഫീലിംഗ് എനിക്ക് ആദ്യമായിട്ട് തരുന്നത്. കാരണം there is another woman in another woman's body, വേറൊരു ആളായിട്ട് മാറുക എന്നുള്ള ഐഡിയ തന്നെ എന്റെ it was very jaw dropping for that kid. അപ്പം ഞങ്ങൾ ഈ കളി കളിക്കുമ്പം എന്നെ ഇവര് നാഗവല്ലി ആക്കാനേ സമ്മതിക്കില്ല. ബാക്കിയുള്ളവര് എന്ന് പറഞ്ഞ ചേച്ചിമാര് ബാക്കിയുള്ളവർക്കൊക്കെ ആവണം നാഗവല്ലി, എന്നെ ആക്കുകയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എന്നെ ആക്കാത്ത എന്താന്ന് വെച്ചാല് എന്നെ നാഗവല്ലി ആക്കുമ്പോ ഞാൻ മറ്റേ ഓവർ ആക്കി അവിടെ ചളമാക്കും, മറ്റേ ഭയങ്കര ഓവർ പെർഫോമൻസ്. അപ്പൊ ഇവർക്ക് മറ്റേ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് ഇവർ എന്നെ ആക്കൂല. അപ്പൊ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കണ്ണാടിയില് നാഗവല്ലി ആവുക, ഇതൊക്കെയായിരുന്നു എന്റെ കൊച്ചിലെ ഉള്ള ഓരോ വിനോദങ്ങൾ. പിന്നെ കൊച്ചിലെ അച്ഛൻ എപ്പോഴും ഇവിടെ സിനിമയ്ക്ക് കൊണ്ടുപോവായിരുന്നു. എപ്പോഴും നമ്മൾ സിനിമ കാണുക, ഹിന്ദി, തമിഴ്, മലയാളം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് ഒന്നും അന്ന് കണ്ടിട്ടില്ല. ഇംഗ്ലീഷൊക്കെ പിന്നെ ഞാനും എന്റെ അനിയത്തിയും കുറച്ച് 8th 9th ഒക്കെ ആവുമ്പോ എക്സ്പ്ലോർ ചെയ്ത്. ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ നമുക്ക് ആ സമയത്ത് വേൾഡ് സിനിമ എന്ന് പറയുന്നത്. പിന്നെ ഒരു 12th ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ 12th കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ടെലിഗ്രാമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് കുറേ കൂടെ. പക്ഷെ it was a gradual love. I've always loved watching. I always wanted to be. എപ്പോ ഓരോ സിനിമ കാണുമ്പോഴും ഞാനായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള കൊതി വരാറുണ്ടായിരുന്നു. ശോഭന മാമിനൊക്കെ എനിക്ക് ഭയങ്കര പ്രേമമായിരുന്നു കൊച്ചിലെ.
ശോഭനയും ഷാറൂഖ് ഖാനും ആയിരുന്നു എന്റെ ഒരു 2 ഐഡൽസ്. അവരെയൊക്കെ കണ്ട് അങ്ങനെ അങ്ങനെ എപ്പോഴോ വളർന്നതാണ്. വിക്ടോറിയയെ കുറിച്ച് റീകോൾ ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പൊ റീസെന്റ് കണ്ടിട്ടുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ ഉണ്ടോ? അതെനിക്ക് പറയാൻ ഇപ്പൊ പറ്റുമോന്ന് എനിക്കറിയാം. നമ്മള് പടം റിലീസ് ആക്കാൻ പോവാണല്ലോ. പക്ഷെ there is one scene, that scene is really yeah, അതെനിക്ക് ഇപ്പൊ പറയണ്ട, ഞാൻ പിന്നെ പറയാം. Honestly, I felt really proud of myself. I felt really powerful to watch myself on screen for the first time in my life. അപ്പം അതില് ഏറ്റവും എനിക്ക് ആ പവർ തോന്നിയത് എപ്പോഴാന്ന് വെച്ചാ, ആ എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വിക്ടോറിയ ഇങ്ങനെ കിടക്കും ഫാൻ ഇട്ടിട്ട്, ഇങ്ങനെ ഫാൻ ഇട്ട് കുറച്ചു നേരം ഇങ്ങനെ ചാരി ഇന്ന് കിടക്കും. അപ്പൊ എനിക്കത് എന്തോ I felt so beautiful when I watched that. I felt so powerful when I watched that. I mean, Victoria is not a film that makes you feel powerful and all, but really. But yeah, but I don't know, I felt so, that is the narcissist me. എനിക്ക് വെച്ച ഞാൻ കൊള്ളാം എന്നൊക്കെ തോന്നിയ ഒരു സീനാണത്. വേറൊരു സീനുണ്ട്, പക്ഷെ അതെനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. IFFK കാണുമ്പോൾ പോസ്റ്റർ, ഐ തിങ്ക് ദാറ്റ് വാസ് ദാറ്റ് വെൻ യു വർ ലൈങ്. യെസ്, ആ സീനാണ്. ആ പോസ്റ്റർ സീനാണ് എന്റെ ആക്ച്വൽ ഫേവറേറ്റ് സീൻ. അതിലാണ് അത് പെർഫോം ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര, ഇറ്റ് റിയലി ഹിറ്റ് മൈ ഹാർട്ട് ആൻഡ് ഐ വാസ് പെർഫോമിങ് ഇറ്റ്. ഐ വാസ് ഫീലിംഗ് സോ, ഐ ഡോണ്ട് നോ, എനിക്ക് ആ ഫീലിംഗ് പറയാൻ അറിയില്ല, പക്ഷെ എനിക്ക് അത് കൊണ്ടു ഭയങ്കരമായിട്ട്. അത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ് സീൻ. പക്ഷെ അതർ സീനില്ല, ഞാൻ മറ്റേ ഫാൻ ഇട്ടിട്ട് കിടക്കുന്ന അത് ഐ ഫെൽറ്റ് wow, I'm finally an actor എന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് തോന്നിയ ഒരു മൊമെന്റ് ആണത് സിനിമയിൽ. അതാ സിനിമ ആദ്യം കണ്ടപ്പോ. ശിവയുടെ ഒപ്പം വർക്ക് ചെയ്യണം. I know if you get a chance to work with her again, you will definitely jump for that. Of course. From തൃപ്പൂണിത്തുറ ഒരുപാട് ആർട്ട് എസ്തറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ആ അറ്റ്മോസ്ഫിയർ എങ്ങനെയാ മീനാക്ഷി സ്വാധീനിച്ചിട്ടുണ്ട്? Tripura is actually the hub for Bharatanatyam, Carnatic music, പിന്നെ കുറെ നാടകങ്ങൾ ഒക്കെ ഇവിടെ വളരെ ആക്റ്റീവ്ലി നടക്കുന്ന ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഐ തിങ്ക് എറണാകുളത്ത് തൃപ്പൂണിത്തുറ പോലെ ഇത്രയും എന്താ പറയുക ട്രഡീഷണൽ ആർട്ട് ഫോംസിനെ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന കഥകളിയൊക്കെ വി ഹാവ് ലൈക്ക് ഓൾമോസ്റ്റ് എവറി വീക്ക് നമുക്ക് ഇവിടെ കഥകളി ഉണ്ട്. അപ്പം ഐ ഹവ് ബിൻ living in the space that has always celebrated all these art forms consistently. That I'm sure has given me some kind of influence. ഞാൻ എപ്പോഴും ഇപ്പം നമുക്ക് ഇവിടെ തൊട്ടടുത്താണ് രസ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പ്. അവിടുന്നാണ് ഞാൻ അഭിനയം പഠിച്ചത്. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ആക്ടിങ് ഈസ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ടു മച്ച് സ്റ്റോറി. പക്ഷെ അവിടെ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. ആ പിച്ച വെച്ച് ബാലപാഠങ്ങളൊക്കെ പഠിച്ചത് രസ തിയേറ്ററിൽ നിന്നാണ്. പിന്നെ ഞാൻ ഭരതനാട്യം പഠിക്കുന്നുണ്ട് എന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത്. അപ്പം like I said, I'm very privileged to have all these things happening around me, to spend money on all that. അതൊക്കെ കാണാൻ പോവാനും ഭരതനാട്യം പഠിക്കാൻ പോവാനും. പിന്നെ ഞാൻ കൊച്ചിലെ തൊട്ടിപ്പുറത്തുനിന്നാണ് പാട്ട് പഠിച്ചിരുന്നത്. അതൊക്കെ എന്നെ പഠിപ്പിക്കാൻ വിടാൻ എന്റെ അച്ഛനമ്മയ്ക്കും ആ ഫീസ് കൊടുക്കാനുള്ള കാശ് ഉണ്ടാവുക എന്നുള്ള പ്രിവിലേജ് ഉള്ളത് കൊണ്ട് കുറെ എനിക്ക് സഹായമായിട്ടുണ്ട്. സോ എനിക്ക് ഐ വുഡന്റ് വാണ്ട് ടു ലിവ് മൈ ലൈഫ് എനി അതർ വേ. ഇത് തന്നെ കേരളത്തില് തൃപ്പൂണിത്തുറയില് ഈ വീട് ഒരു 75 year old, ഓൾമോസ്റ്റ് മോർ ദാൻ 75 year old വീടാണ്. അപ്പം I wouldn't want to live anywhere else. പക്ഷെ പുറത്തൊക്കെ പോകുമ്പോ ചിലപ്പോ അങ്ങനെ എല്ലാം തോന്നും കേട്ടോ. ഇപ്പൊ അഡലേഡ് ഒക്കെ പോയിട്ട് വന്നല്ലോ ഓസ്ട്രേലിയയില്. ഞാൻ ഈ വിക്ടോറിയക്ക് ശേഷമാണ് എന്റെ ഇന്റർനാഷണൽ
ട്രിപ്പ് ആദ്യമായിട്ട് നടക്കുന്ന ഷാങ്കായിലേക്കാണ്, ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലേക്ക്. ഓക്കെ, അപ്പം ഓസ്ട്രേലിയയില് ഇറ്റ് വാസ് സോ ഗുഡ്. ദേ വർ ലൈക്ക് ഗേ ബാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയി കുറെ, ഐ ഹാഡ് ദ ബെസ്റ്റ് ഫൺ. അതൊക്കെ കാണുമ്പോ വിചാരിക്കും, ഷോ നാട്ടിലേക്ക് ഇനി എന്തായാലും തിരിച്ചു വരണ്ട, എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ പോയി ജീവിക്കണം എന്ന് തോന്നും. പക്ഷെ when I come back here, it's all so good and so comfortable and so easy. And all of these Kathakali, Bharatanatyam, all of these is happening here. അപ്പൊ എനിക്ക് തിരിച്ചു പോകണ്ടെന്ന് തോന്നും. സോ റൈറ്റ് നൗ ഐ എം ലൈക്ക് ഇടയ്ക്ക് പോയിട്ട് തിരിച്ചു വരാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. റൈറ്റ് നൗ ഐ എം ആക്ച്വലി വെരി എക്സൈറ്റഡ് ടു ഡു ഇന്റർനാഷണൽ ട്രിപ്സ്, നോട്ട് ഗോ ആൻഡ് ലിവ് ദർ, ബട്ട് എക്സ്പ്ലോർ ആൻഡ് കം ബാക്ക് ടു തൃപ്പൂണിത്തുറ. അതാണ് ഇപ്പൊ എന്റെ ഒരു ഐഡിയ ഓഫ് ലൈഫ്. ഓഫ് കോഴ്സ് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ? സോണി ലെവലിൽ ഞാനൊരു പ്രോജക്ട് ചെയ്തു, PR അരുൺ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്യുന്നത്. It's a pretty interesting. It's nothing like what I've done before. അതൊരു ഫാഷൻ പെജന്റിൽ നടക്കുന്ന സ്റ്റോറിയാണ്. സോ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അതൊരു 6 months ഇറങ്ങും എന്നാണ് എന്റെ പ്രതീക്ഷ. ഐ ഡോണ്ട് നോ, ചിലപ്പോ അതിന് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എല്ലാം ഡബൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. പിന്നെ വേറെ പ്രോജക്ട്സ് അതിങ്ങനെ ഡിസ്കഷനിലാണ്. ഐ കാൺട്ട് സേ എനിത്തിങ് മോർ അബൌട്ട് ഇറ്റ്. പക്ഷെ റിയലി ഗുഡ് വൺസ് ആർ കമ്മിങ്. Nice. Keep rocking. Wonderful listening to you. എനിക്ക് ഒരുപാട് ചോദിക്കാനുണ്ട്, പക്ഷെ ഈ ഫിലിം ഇനിയും ആളുകൾ കാണാനിരിക്കണേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ പല കാര്യങ്ങളും നമുക്ക് ഓപ്പണായി സംസാരിക്കാൻ. So we'll limit to this as of now, but we'll have one more round of conversation once the movie releases, in the theater വന്നതിന് ശേഷം, which will be very soon. November. Yes, November end November. So once again, wish you all the best and thank you so much for your. Thank you. Bye.